പോണേ? എവിടുക്ക പോണേ? മീനൂട്ടിയോ? देखो के हाय गाइस सर हाय गाइस सर നമ്മളെടുക്കാ പോണേ നമ്മളെടുക്കാ പോണേ ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ ഞങ്ങൾ പോണത് മിനിയൂട്ടിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം മോനാണ് പോകുമ്പോൾ അറിയില്ല മിനിയൂട്ടിക്കാണ് പോകണമെന്നുള്ളത്. അവൻ എപ്പോഴും വന്നാണ്ടല്ലോ എവിടേക്കെങ്കിലും ആയിട്ട് പോകണം കേട്ടോ. പാർക്കിക്കോ ബീച്ചിക്കോ അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് പോകണം. പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ കരുവാരക്കുണ്ടാണ്. അവനെ മോളെ കല്യാണം കഴിച്ച ചെറുക്കടവുക്കാണ് കേട്ടോ. അപ്പോൾ പുന്നക്കാടും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, കൽക്കുണ്ടും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കേരളം കൊണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടേക്കൊന്നും ഓൽക്കാർക്കും പറ്റില്ല, മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരിക്കാണ് കേട്ടോ. അവിടേക്കൊന്നും അവർക്ക് പോകാൻ താല്പര്യമില്ല, അവർക്ക് കുറച്ച് ദൂരെ വേണം, ടൂർ ആകുമ്പോൾ കുറച്ച് ദൂരേക്ക് പോയിട്ട് വണ്ടിയിൽ അങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ മിനിയൂട്ടിക്കാണ് പോകുന്നത് കേട്ടോ. അത്ര ദൂരം കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഒരു കാര്യം, എൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, മഞ്ചേരി തോട്ടക്കേട് എന്ന സ്ഥലത്താണ് കേട്ടോ. അവരൊന്നും ഇവർക്ക് കാണാൻ തന്നെ വരലില്ല, ഈ പറഞ്ഞ കൂട്ടം പറഞ്ഞവർക്ക് തന്നെയാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ അവരാരും ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ, അങ്ങനെ വരലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായപ്പോൾ ഉണ്ടല്ലോ കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. അത് ഇവിടെ തന്നെ പുതിയതായിട്ട് 2-3 പാർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മിനിയൂട്ടിക്ക് പാർക്കൊക്കെയാണ് കേട്ടോ പോണത്. അവിടെ പാലോ അതും ഇതൊക്കെ പുതിയ ഗ്ലാസ് പാലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് പറഞ്ഞിട്ട് നമ്മളൊരു പ്രാവശ്യം കണ്ടതും പോയതൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം മോനെ ഏതായാലും ഊട്ടിക്ക് പോകണം എന്ന് അറിയിട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഊട്ടിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ മിനിയൂട്ടിക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടൂറ് പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മോള് വന്ന് പോകാനായ സമയത്തേക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതേനു. ആദ്യം ഊട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് നിന്നതേനു കേട്ടോ. അപ്പോൾ എന്തോ പ്രശ്നമോ ഇഷ്യൂ ഒക്കെ കാരണം ഞങ്ങൾ പോയിട്ടുണ്ടായില്ല. അപ്പം മിനിയൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നേരെ പോലെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് കുട്ടത്തിക്ക് കരുവാരണ്ടക്ക് പോരാന്ന് എഴുതിയിട്ടോ. അങ്ങനെ എത്താനായിട്ടുണ്ട് ഏകദേശം. പിന്നെ ഉണ്ടല്ലോ ഫസ്റ്റൊന്നും ഞാൻ ഇൻട്രോ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങനെ ഇട്ടിട്ട് പിന്നെ ബാക്കി വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിനും കൂടെ വോയിസ് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് മ്യൂസിക്കും കുറച്ച് അങ്ങനെ തന്നെയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ അതേ ഞങ്ങൾ ഏകദേശം എത്തി. ഇനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ട മാതിരിക്ക് തന്നെ അടിപൊളി തന്നെയാണ് കേട്ടോ, ഒട്ടും മോശമൊന്നുമില്ല. പിന്നെ ഇവിടേക്ക് വരേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഉച്ചക്കൊന്നും വന്നിട്ടൊരു കാര്യമില്ല കേട്ടോ, ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുന്നുംപുറമാണല്ലോ, അപ്പോൾ വെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 5 മണി 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് വന്നാൽ മതി കേട്ടോ. 4 മണിയായാൽ തന്നെ വെയിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾ 4 മണിയായപ്പോഴേക്കിന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് വെയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കിനാണ് എല്ലാവരും വന്ന് സെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിമോഹനുണ്ടല്ലോ എപ്പോഴും പാർക്ക് ബീച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ കേട്ടോ. അവൻ്റെ ഉപ്പ ഗൾഫിലാണ്. അപ്പോൾ അവന് ആദ്യമൊക്കെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോയിന് കേട്ടോ, ഊട്ടിക്കാണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്നും ഓല അവിടെ നിന്നും കൊണ്ടുപോകും കേട്ടോ. പിന്നെ എപ്പോഴും പോയി പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലിയിലൊക്കെ പോകണം, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല, ഭക്ഷണമോ ഭയങ്കര വികൃതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല പിന്നെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ മാറിക്ക് തന്നെയാണ് ആദ്യത്തിലേറെ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഐറ്റം ഗ്ലാസ് പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് 50 രൂപയും ഒന്ന് 200 രൂപയാണ്. വലുത് പുതിയത് ഉണ്ടാക്കിയതിന് 200 രൂപയാണ് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ സെയിം പിന്നെ കാശ് തന്നെയാണ് കേട്ടോ, എല്ലാത്തിനും 200 100 അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എടുക്കാനും ഇതിനൊക്കെ പറ്റുന്ന നല്ല സൗകര്യം സ്ഥലം ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്, അവർക്കാണല്ലോ എല്ലാം വേണ്ടത്. അപ്പോൾ 70 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ളത് അടിപൊളിയായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊന്ന് കണ്ടേക്ക്. ഇത് തിരുവട്ടി ഉണ്ടാവും, ഇവിടെ ഒരു വെള്ള കുത്തുണ്ടാവും, അൽഫാം ഉണ്ടാക്കിയത്. ല്ലേ ഓരോ കാൽമലൊക്കെ ആവും. ടൂറ പിന്നെ അത് ഞങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കയറിയിട്ടുള്ളത് എങ്ങോട്ടാന്ന് വെച്ചാൽ കുറേ പക്ഷികളും പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് മീൻ അങ്ങനത്തെ ഒക്കെ എല്ലാം കേട്ടോ. അതുണ്ട് വെറൈറ്റി ആയിട്ട് കോഴി അങ്ങനത്തെ പക്ഷികളൊക്കെ എന്തൊക്കെയെന്നില്ല എനിക്കറിയില്ല കേട്ടോ. ടർക്കി കോഴി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ളുണ്ട്. അപ്പോൾ അവിടേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മേലേക്ക് ഇങ്ങനെ വെച്ച് തരും, അതൊക്കെ ചെയ്യും. അതേമാതിരി തന്നെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല. ഞാൻ ഫോട്ടോത്തിൽ പാമ്പിനെ കണ്ടാൽ പേടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ അതാ ഉടുമ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്, ഒട്ടകപ്പക്ഷി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അതുണ്ട്, അത് അത്യാവശ്യം വലുതാണ് കേട്ടോ. നമ്മൾ വീഡിയോയിലും ഫോണിലൊക്കെ ചെറുതാണ് കാണുന്നത്, പക്ഷേ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഹൈറ്റും നല്ല വലിപ്പമുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടിപൊളി തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി തന്നെയാണ്. ഇതല്ലേ ഫിഷുകൾ കുറേ ഉണ്ട്, ഐറ്റങ്ങൾ കയ്യിലൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ ഒന്നിച്ച് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്തായാലും 50 രൂപക്കൊക്കെ മുതലാവും കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ എത്ര സമയമാണെങ്കിലും നമുക്ക് നിൽക്കാം കേട്ടോ. നമ്മൾ പിന്നെ എത്ര വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. സമയത്തിൻ്റെ പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ ആദ്യം മോനെ ഇതിങ്ങനെ വെള്ളവും മീനൊക്കെ ആയപ്പോഴേ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവിടുന്ന് പോരും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അതിലൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് പാമ്പ് കേട്ടോ. പാമ്പിൻ്റെ അടുത്ത് ഞാൻ മെല്ലെ പോയിന്ന് വീഡിയോ എടുത്താണ് പേടിച്ച്. ഭയങ്കര പേടിയാണ് എനിക്ക് പാമ്പ് കേട്ടോ. ഏറ്റവും വലിയ പേടി പാമ്പിനെയാണ്. അപ്പോൾ അതിമുണ്ടല്ലോ ഫിഷിൻ്റെ അതിലാണ് അവന് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ അവനെ കൈയിട്ട് അതിൻ്റെ പിന്നെ എപ്പോഴും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവന്. അപ്പോൾ അതാ എല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ അതുണ്ടല്ലോ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുത്ത് ഇറങ്ങി വരിക. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാറിയതാണ് കേട്ടോ. ഇത് കയ്യുമ്പൽ ഇങ്ങനെ വെക്കണതാണ്. അപ്പോൾ മോനൊക്കെ വെച്ചിനി കേട്ടോ. മാത്രമേ വെച്ചിട്ടുള്ളൂ, വലിയ മോൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് നോക്കിയിട്ടല്ലേ ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അടുത്തേക്ക് ചെല്ലുന്ന പേടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ തന്നെ സാർ. എന്ത് കൊത്തി നേരത്തെ വെച്ചോ കൊത്തിക്കൊണ്ട് അതിൽ വാളെ കിട്ടുന്നു. എൻ്റെ അപ്പം പോരട്ടേന്ന് ചോദിച്ചിനെ. ഹായ് പറഞ്ഞ ഹായ്. ഇങ്ങനെ എടുക്കണ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ ഇങ്ങനെ രണ്ടെണ്ണം. കുറവനാ. ഇത് കൈയിടോ? ദീലോ ദീലോ ഇത് കൈയിട്. കടിക്കും അല്ല എന്നോ. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പേർഷ്യൻ കാറ്റിനെ കണ്ടിട്ട് അപ്പോഴാണ് എനിക്ക് ഐശുവിന് ഓർമ്മ വന്നത്. അവൾ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭക്ഷണമോ ലൈറ്റൊക്കെ ഇട്ടിച്ചിട്ടാണ് ഞങ്ങൾ പോന്നിട്ടില്ലേ കേട്ടോ. അപ്പോൾ അവളെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം വലിയ വീഡിയോ തന്നെയാണ്. പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. രാത്രിയാണ് ഇതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടു. ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണ്ടേ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.